അതെ പാമ്പ് 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 അതിന് താഴെ പുറത്തേക്ക് കുഞ്ഞൂട്ടെ നോക്കൂ ഗായ്സ് കണ്ടില്ലേ ഇതാണ് കുഞ്ഞൂട്ടൻ. ആ ചെമ്മീൻ ജാഗരൊക്കെ കടൽപ്പാമ്പുണ്ടോ 5-6 കഴിഞ്ഞത് അടുത്ത പാമ്പ് കയറിയിട്ടുണ്ട് വലയിൽ. ഉച്ചക്ക് നമുക്ക് ആഗോലി. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വല നിറച്ച് ചെമ്മീനും അതുപോലെ തന്നെ പാമ്പും, ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പാണ് കടൽ പാമ്പ്. ആ ഒരു പാമ്പ് നമ്മുടെ വല നിറച്ച് കിട്ടുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അതും അതിനെ കയ്യിലെടുത്തുകൊണ്ട് കടലിലോട്ട് കളയണം. കുറേ കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തി, പിന്നെ നമ്മുടെ ജനവില്ലേച്ചൻ്റെ മീൻകറിയും കാര്യങ്ങളും, നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ ജനവില്ലേച്ചനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ജനവില്ലേച്ചൻ്റെ കറി വെക്കണതും കാഴ്ചകളും എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ വല കയറി വന്നൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിക്കണം കേട്ടാ. നമ്മുടെ ചരക്കിൽ നിറച്ച് ചെളിയുണ്ടാവും. അപ്പം അതൊക്കെ നല്ലതുപോലെ കഴുകിയാണ് ഈ ഒരു ചരക്ക് എടുക്കണേ കേട്ടാ. അങ്ങനെ കഴുകിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പൊട്ടിച്ചിടാൻ വേണ്ടി പോവുകയാണ്. കടൽപ്പാമ്പുണ്ട്, കടൽപ്പാമ്പ് കടൽപ്പാമ്പ് പൊട്ടില്ല. വീട് ചെമ്മീൻ പേട്ടക്കണ ചെമ്മീൻ. ചെമ്മീൻ ജാഗരൊക്കെ ചെമ്മീൻ നോക്കിയ ചെമ്മീൻ നോക്കിയേ തനി പൂവാലനാട്ടാ ചെമ്മീൻ കടാ. ചെമ്മീൻ തനി ചെമ്മീൻ എന്ന് പറഞ്ഞ കടാ, തനി ചെമ്മീനാണ്. അതെ പാമ്പ് 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 അതിന് താഴെ പുറത്തേക്ക് കുറച്ചുകൂടി തോണ്ട്. നോക്കിയ പാമ്പൊക്കെ ഓ അതെ. അപ്പൊ ആ പാമ്പിനെ എടുത്ത് കളഞ്ഞതാണ്ട് എൻ്റെ അച്ഛൻ. അറിയാത്ത കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. അങ്ങനെ രണ്ടാമത്തെ വല ഇടുന്നുണ്ട്. ഇനിയുള്ള കിട്ടണേലും നമ്മുടെ പാമ്പിനൊക്കെ എടുത്ത് കാണിക്കോട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി തീരണില്ല. ഇനി ഒരു വലയിൽ 3-4 പാമ്പൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. ബോർഡും കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ട് വീണ്ടും നമ്മൾ വല ഇടേണ്ടാ. പിന്നെ ഈ ഒരു വല ഇട്ടിട്ട് വീണ്ടും പിടിക്കും. അപ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കിട്ടിയ ചെമ്മീനൊക്കെ ഇവിടെ തിരിഞ്ഞത് കൊട്ടയിലോട്ട് വേഗം വേഗം മാറ്റിയാണ്. അപ്പോൾ ഇതാണ് അരിശി വില്ലേജൻ. അരിശി വില്ലേജൻ ഭയങ്കര നല്ല സ്പീഡിൽ ചെമ്മീനൊക്കെ തിരിയോട്ടാ. ചെമ്മീനിൽ നമുക്ക് കിട്ടിയേക്കണത് പൂവാലിനും കരിക്കാടിയൊക്കെയാണ്. അപ്പോൾ വേഗം തന്നെ പൂവാലം തിരിഞ്ഞിരിഞ്ഞ് മാറ്റിയാണ്. ഗ്ലൗസ് ഇട്ടേക്കണത് ഇതിൻ്റെ മുള്ളു കൊണ്ട് കൈയൊക്കെ പൊട്ടും. ചെമ്മീപ്പണി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പോണത് മീൻ പണിക്കായിരുന്നില്ല. എൻ്റെ കടൽപ്പണിയിൽ ഫസ്റ്റ് പണിയായിരുന്നു ചെമ്മീപ്പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് ഈ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓരോ ബോട്ടുകളും വല വലിച്ച് പയ്യെ പയ്യെ പോവുകയാണ്. അപ്പോൾ ഈ ചെമ്മീത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 കുറച്ച് മീനുകളൊക്കെ കിട്ടും. ഇതാണ് ആഗോലി, വെള്ളാഗോലി എന്ന് പറയും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. അത് ആകെ ഒരെണ്ണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരെണ്ണം കുഞ്ഞിത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വല പിടിക്കേണ്ട ഒരു അവസ്ഥ വന്ന് നമ്മുടെ വല ഒടക്കിൽ പാറയമ തട്ടി. വല വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറയമ തട്ടിയതുകൊണ്ട് നമ്മുടെ വല കീറിപ്പോയി. അങ്ങനെ ആ വല പിടിച്ച് കയറ്റണ ഒരു കാഴ്ചയാണ്. സംഭവങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ചെമ്മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടന്നത്. അങ്ങനെ അതിനകത്ത് കുറച്ച് ചരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചരക്കൊക്കെ എടുക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. അടുത്ത പാമ്പ് ആഹാ ചെറു പടക്കളൊക്കെ ഏള്. അങ്ങനെ അടുത്ത വലയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കണ്ട വല സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ കീറിപ്പോയ വലതെ അതിന്റെ മുകളിൽ ഒരാള് മീൻ കഴിക്കണ നോക്കിയേ കണ്ട. ആള് മീനൊക്കെ കഴിച്ച് കണ്ട ഉഷാറായിട്ടിരിക്കുകയാണ് കേട്ടാ. അവിടെ നമ്മളെ വല ഇതിന് മുന്നേ വലിച്ച വലയാണ് ആ കിടക്കണ കേട്ടാ. ചുരുട്ടി കൂട്ടിട്ടേക്കാണ്. നമ്മളെ വല തീർന്നിട്ടില്ല. ബാക്കി ചരക്ക് തിരിഞ്ഞ് കൊട്ടയിലാക്കി
ഐസ് ചെയ്യുമ്പോൾ ബാക്കി കാഴ്ച കാണിച്ചാൽ. പിന്നെ ഇന്നലെ ബിരിയാണി കിട്ടിയ ചെമ്മീൻ സ്റ്റോർ റൂമിൽ കിടപ്പുണ്ട്, ഐസ് റൂമിലുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് തന്നെ ബോട്ട് സ്ലോ ആക്കി, കാരണം ബോട്ടിൻ്റെ സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു പോയിട്ടാ. എന്താണെന്ന് അറിയൂല, ആദ്യത്തെ വലയിൽ കിട്ടിയ ചെമ്മീൻ തിരിഞ്ഞ് തീരാറായി വന്നുണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും വല കയറ്റണം. അപ്പോൾ ഈ ഒരു വല കയറ്റുമ്പോൾ ഇതിൽ കിട്ടുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? അപ്പോൾ എന്തൊക്കെ കിട്ടുമോ നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു, എത്ര പാമ്പ് കിട്ടുമോന്നൊക്കെ. അതെ വല കയറി വന്നിട്ട് റോപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയാണ്. ഇതൊരു സൈഡ് ഗ്യാലോസ് ബോട്ടല്ല, പകരം സെൻട്രൽ ഗ്യാലോസാണ്. അതുകൊണ്ട് തന്നെ വലയും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്നാണ് പിടിച്ചു തരുന്നത് കേട്ടാ. അങ്ങനെ ഇവിടെ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മൊത്തം തിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, സ്റ്റോർ റൂം കാണിച്ചു തരാൻ പറ്റിയില്ല. അതേ വേഗം തന്നെ വല പിടിച്ച് കയറ്റാൻ കേട്ടാ. ഇപ്പോൾ ഇവിടെയൊക്കെ പൂവാലൻ ചെമ്മീൻ ഒരു ബോക്സിൽ നിറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ അങ്ങനെയൊക്കെ ഇട്ടൊക്കെ കൊട്ടയിലെല്ലാം ആക്കി സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതേ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും കണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂവാലൻ എല്ലാവരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വല പിടിക്കണം. ചെമ്മീൻ പണി എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും, കാരണം ചെളി കയറും, ജെല്ലി ഫിഷ് കയറും, ചിലപ്പോൾ ചെമ്മീൻ തന്നെ ലോഡ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വല പിടിച്ച് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയെന്നൊക്കെ അറിയാൻ പറ്റും. കണ്ട കടലിൽ കാറ്റും മഴ എത്തുമ്പോൾ ഈ ഒരു കാക്ക നമ്മുടെ കടലിലുണ്ട്. അത് കഴിഞ്ഞാൽ കടൽ ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ ഇവിടെ കാണൂല കേട്ടോ. ഈ ഒരു കാല സമയത്ത് മാത്രം തന്നെ ഒരു കാക്കയാണ് കോള് കാക്കയെന്ന് പറയണത്. ഇവിടെ പാമ്പ്, ദേ പാമ്പോന്, കടൽ പാമ്പോന്. കാക്ക കൊത്താൻ നോക്കണ്. എൻ്റെ മോനെ വലിപ്പം നോക്കിയാ നിറച്ചു പാമ്പാണാ, ഇത് നിറച്ചു പാമ്പാട്ടാ. പാമ്പ് ജാഗര ജനവലച്ചൻ്റെ കൈ ഭാഗത്ത് പാമ്പ് ജാഗര. എത്ര പാമ്പാണ് ദൈവത്തിനറിയാം കയറി വരുന്നത്. കടൽ കാക്ക മുങ്ങി മീൻ പിടിക്കണ്ട, അതേ മുങ്ങി കണ്ട ആ പൊങ്ങണ്. ഇവിടെ മുങ്ങോട്ടോ മതി, മുങ്ങും മരച്ചിറങ്ങിന് പ്രത്യേക കഴിവാണ് കേട്ടോ. അതേ പോയി കോടി. അതേ പാമ്പ് കയറി വരെയാണ്, സീ സ്നേക്ക്. അതെ കിടക്കണ കടൽ പാമ്പ്. വലിപ്പങ്ങടാ. അടുത്ത വാലിട്ടാ. നമ്മളെ പാമ്പിന് ഇതൊരു എടുത്ത് കളഞ്ഞിട്ടില്ല. കടൽ പാമ്പ് വല വീണോണ്ടിരിക്കാണ്. ഇട്ടോ താഴെ. അപ്പൊ ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ്. മക്കളെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. തലകുത്തി മറിഞ്ഞ് വീഴാണ് കേട്ടാ. തലകുത്തി മറിഞ്ഞു വീണുണ്ടോ. അപ്പൊ അവന്റെ പറന്ന് പോയിരുന്നു കേട്ടാ. 100-110 പറന്നാണ് പോയത്. നമുക്ക് നേരത്തെ വല കിട്ടിയ 1, 2, 3, 4 ബോക്സ് ചെമ്മീൻ സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടി പോകണം അല്ലേ അമ്മാവേ? എന്റെ അമ്മ വേണ്ട ചിരിച്ചേ. അപ്പൊ മീൻ ഇത്ര എണ്ണോ പാമ്പിനെ കളഞ്ഞ് മീൻ ചെമ്മീൻ സ്പീഡ് കണ്ട. 2 കൈക്ക് സ്പീഡ് തിരിയും. നമ്മുടെ ബോട്ടിന്റെ സ്റ്റോറാണ് ഈ കാണുന്നത്. വണ്ടി സ്റ്റോറിൽ നമ്മൾ കുറേ പണിയെടുത്തിട്ടുള്ള സ്റ്റോറാണ്. അപ്പോൾ പലരും ചോദിക്കേണ്ട നമ്മളിപ്പോൾ പണിക്ക് പോകണ്ടാവും. ഞാൻ പണിയൊക്കെ നിർത്തി ഇപ്പോൾ ഒരു വ്ളോഗിൽ തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കടലിൻ്റെ വീഡിയോസുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു പണിക്കായിട്ട് ഈ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വീഡിയോകളൊന്നും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പല ബോട്ടുകളിലും വള്ളങ്ങളിലും അതുപോലെ പല സ്ഥലങ്ങളിലും മാലദ്വീപ്, ലക്ഷദ്വീപ്, ആൻഡമാൻ ഒക്കെ കൊണ്ടേ. അപ്പം അങ്ങനെയൊക്കെ പോയി നമ്മൾ നിങ്ങളിലോട്ട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. ഒരു കൊട്ട അത് സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പോവേണ്ട. സ്റ്റോർ
പൊന്നെ ചെരുപ്പില്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പപ്പടവും കാര്യം. നമ്മുടെ കുഞ്ഞ് സ്റ്റോറാണ്. ഇവിടെ നോക്കിയേ, പൂവാലൻ. ഈ ഒരു കള്ളി പൂവാലൻ ചെമ്പിലിട്ടേക്കാണ്. ഈ ഒരു കള്ളിയിൽ നമ്മൾ പൂവാലനാക്കിയേക്കണ. 2 കള്ളി പൂവാലൻ, നാരൻ, പിന്നെ കുറച്ച് മീൻ, കൊഴുവ, പിന്നെ അയില. അവിടെ അയില ഫ്രൈ ചെയ്യണം. മുരുകണ്ണാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു സ്റ്റോറ്. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് കയറേട്ടാ. ഇവിടെ കയറണം. കുറച്ച് പണിയാണ് എങ്കിൽ കുഴപ്പമില്ല. കുറച്ച് പണി മാത്രമേ ഉള്ളൂ. കണ്ട കയറി. ഉച്ചക്ക് എന്താണ് കറി? പൊടിമീനാണ്. നല്ല മീനൊന്നുമല്ല, പൊടിമീൻ, കുട്ടൻകുഞ്ഞും അയലക്കുഞ്ഞൊക്കെ. ആ അവിടെ ജനാർദ്ദനം വില്ലേജിന്റെ കറി മിസ് ചെയ്യണ കുറേ പേരുണ്ടാവും. പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും ജനാർദ്ദനം വില്ലേജിൽ അവിടെ ഈ വെട്ടിക്കൊണ്ടിരിക്കണ. ബാ അങ്ങോട്ട് വാ. ജനവില്ലേജ മീനും കാര്യങ്ങളൊക്കെ വെട്ടി അവിടെ ക്ലീൻ ആക്കണ സമയത്ത് ബോട്ട് ഇങ്ങനെ വല വലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടാ. അപ്പോൾ ഈ ഒരു സമയത്ത് ചേട്ടന്മാരൊക്കെ എല്ലാവരും അണിയത്തുണ്ട്. അമരത്ത് ജനവില്ലേജിൻ്റെ മീൻ വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. അങ്ങനെ മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടാ ഓ കേട്ടില്ലല്ലോ, ഒരു പുള്ളിയാണ് കേട്ടോ. ആഹാ ഏകൊണ്ടോനി എന്തിനാറ് കളഞ്ഞോട്ടെ കളഞ്ഞോട്ടെ കുഞ്ഞാണ് അത് പിടിച്ചോളാം. അവരുടെ ബർത്ത്ഡേയാണ് കളഞ്ഞ് ഇപ്പൊ എന്ത് ഹാപ്പി ആയിട്ട് ഓടിയാ. അതരണ്ടി കുട്ടൻ നല്ല ഹാപ്പി ആയിട്ട് ഓടിച്ചാടിപ്പോയിട്ടാ ജീവനുണ്ടായിരുന്നത്. ഇതേപ്പോ തിരിഞ്ഞ് മാറ്റും ഈ മീനെല്ലാം. അപ്പൊ ബാക്കി കാഴ്ച എങ്ങനെ കാണിച്ചരാ. അതിനെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം ചെമ്മീനാണ്. ഈ ചെമ്മീൻ കരയെ കിടന്നാലും കാര്യം ഉണ്ടാവും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. എല്ലാവരും തുള്ളട തുള്ള എല്ലാവന്മാരും തുള്ളടാ. തുള്ളി 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 തുള്ളി. അടുത്ത വാരയാണ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ജനവില്ലേജ മീൻകറി വെക്കണ വീഡിയോ വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ടല്ലേ. കടിടാമോള് എൻ്റെ ആദ്യകാലത്തെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് എന്തായാലും ജനവില്ലേജിനെ മിസ് ചെയ്യും. കാരണം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ കണ്ട മീൻകറിയും കാര്യങ്ങളൊക്കെ ജനാർദ്ദനം വില്ലേജിൻ്റെ ആണ്. അപ്പോൾ ഇന്നതേ വീണ്ടും അവർ ജനവില്ലേജിൻ്റെ ഒരു അടിപൊളി മീൻകറിയാണ് ഞാൻ നിങ്ങളോട്ട് കാണിക്കണം കേട്ടോ. വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള പച്ചമുളക് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതേ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് എല്ലാ പൊടികളും പടപടയെന്നാണ് കേട്ടോ. ജനവില്ലേജിന് കറി വെക്കുന്ന കാര്യത്തിൽ ആൾ ഭയങ്കര സ്പീഡിൽ അങ്ങനെ കറി വെക്കും. പക്ഷേ കറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവരും മീനൊക്കെ തിരിഞ്ഞ് ചെമ്മീനും
കരിക്കാടി ചെമ്മീനും കൂടി ഒരുമിച്ച് വന്നപ്പോൾ അതും കൂടി രണ്ടും കൂടി ഇതേ ആ സൈഡിലോട്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ബാക്കി ഇതേ കൊട്ടയിലോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജെല്ലി ഫിഷ് ഉണ്ട്, ചൊറി, വേസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഒരു കൊട്ടയിലോട്ടൊക്കെ മാറ്റി ബാക്കി ചെമ്മീൻ ഇങ്ങനെ തടുത്തൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേസ്റ്റ് കഴിക്കാനുണ്ട്. പുറകിൽ 3-4 കാക്കക്കൂട്ടന്മാരും ഉണ്ട് കേട്ടോ. നല്ല ചെറിയ ചെറിയ രീതിയിൽ 2-3 കട്ടയൊക്കെ വരുമ്പോൾ ബോട്ട് അങ്ങാടും ഇങ്ങാടൊക്കെയായിട്ടൊക്കെ മറിയുന്നുണ്ട്. അങ്ങനെ ഈ സമയം നമ്മളിവിടെ ചാറ് റെഡിയാക്കിയിട്ടാ. ഞാനൊന്നങ്ങാട് മാറിയപ്പോൾ ജനവിളിച്ചാൽ പടപടാന്ന് പറഞ്ഞ സ്പീഡിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ അതിനകത്തൊരു ചാറിന് കുടംപുളിയും കാര്യങ്ങളും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മീൻ ചാറായ ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആകോലിക്കുട്ടന്മാരെയൊക്കെ അങ്ങാട് വാരി അങ്ങാട് ഇട്ട് കൊടുത്താൽ മതി. അയിലയും ആകോലിയും കണമ്പും കുട്ടനും എല്ലാവരും ഉണ്ട്, മിക്സായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതെല്ലാവരും ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച ഉണ്ടാ. വാരി അങ്ങാട് ഇട്ട് കൊടുക്കുകയാണ്. പച്ച മീനാണ് മക്കളെ. ഈ ചാറിലിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണം നമ്മുടെ മൂക്കിലോട്ട് വരോട്ടെ. ഈ ആകോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ച കൂട്ടർക്ക് എന്തായാലും അറിയാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അതൊക്കെ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചാറിലിങ്ങനെ കിടക്കുകയാണ്. ഇനി ഓമാരൊന്ന് സെറ്റായാൽ മതി കേട്ടാ. എത്ര മിനിറ്റ് ഞാൻ വിളിച്ചാ? 10 മിനിറ്റ്. നീ കുറച്ചിട്ടാ ജനവില്ലച്ചനെ കുറെ പേരൊക്കെ അന്വേഷിക്കലൊക്കെ കമന്റ് ഒക്കെ ഇട്ട് ചോദിക്കാറുണ്ട്. ജനവില്ലച്ചനൊക്കെ എന്ത് ചെയ്യുന്നത്, പഴയ വീഡിയോ ആണ് ആൾക്കാർ. അപ്പൊ ജനവില്ലച്ചൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. അതുപോലെ അച്ഛൻ അവിടെ ഉണ്ട്. എല്ലാവരും കമന്റുകൾ ഞാൻ പലപ്പോഴും എത്തിക്കാറുണ്ട്. ഇവര് കൂടുതലും എടുക്കണം ചെമ്മീൻ പണിയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കടലിൽ പണ്ടത്തെ പോലെയുള്ള മീൻ കാര്യങ്ങൾ കുറവാണ്, സ്പീഡ് പണി. അപ്പൊ ചെമ്മീൻ പണി എടുക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പീഡ് ബോളിലൊക്കെ പോയിരുന്നു കേട്ടാ. ചെമ്മീൻ പണി നല്ല ഉഷാറായിട്ട് നടന്നപ്പോ വീണ്ടും അച്ഛൻ്റെ കൂടെ എത്തി അല്ലേ. അതായത് ഞങ്ങൾ 3 മാസം 4 മാസം പടിഞ്ഞാറ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങളതിലും വലിയ, അതായത് ഇപ്പൊ പുതിയ 200 വോട്ട് പോലും ഇപ്പൊ ചെമ്മീൻ പണി നടക്കണം. അടിഞ്ഞാറ് മുതലിക്കണില്ല, ഡീസലും കൂടി മീനും കുറഞ്ഞു. ഡീസല് വില കൂടി, വല വലിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി എടുക്കും. അപ്പൊ ബാക്കി കാഴ്ചക്കാരെല്ലാം കാട്ടിത്തരാം. പിന്നെ അതിന്റെ അടിപൊളിയായിട്ട് മീൻ കഴിക്കുന്ന ഒരു കിടിലം കാഴ്ച കൂടി കാട്ടിത്തരാം. അതിനത് അടിപൊളിയായിട്ട് പൊതിപ്പിച്ചോണ്ട് അല്ലേ കഴിക്കൂലേ, ചോറും മീൻകറിയെ കഴിക്കൂട്ടാ. അങ്ങനെ ഏകദേശം നമ്മുടെ മീൻകറി റെഡിയായി. ജനവിലച്ചൻ അങ്ങടെ കാലം അങ്ങോട്ട് തുറന്നപ്പോൾ കുടുകുടൂന്നും പറഞ്ഞ അങ്ങാടേ കോഴിക്കൂട്ടനൊക്കെ അങ്ങോട്ട് തിളച്ച് മാറിയാണ്ടാ. അപ്പം ഇത്തിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബീൻസും ഉണ്ട്. അപ്പോൾ ചൂടോട് തന്നെ ആകോലി ഇങ്ങനെ ആയു പറക്കണം. നിങ്ങൾക്ക് കാണാട്ടാ ചാറിക്കണത് 2-3 കഷ്ണത്തിൽ കൂടുതൽ ഇടുന്നുണ്ട്. 3 കഷ്ണമല്ല 4 കഴിഞ്ഞതേ 5 കഷ്ണം മീനും ആവശ്യത്തിന് ചാറുമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങടെ അച്ഛൻ കഴിക്കാൻ വേണ്ടി പോവേണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കറി ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. ഇവിടെ ഉച്ചക്കലത്തെ ചോറിന് നല്ല ആകോലിയൊക്കെയാണ്. അതങ്ങാടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നോക്കണം. നല്ല ചൂടാണ്, കൈ പൊള്ളിപ്പോവാണ്. എന്നാലും വിട്ടുകൊടുക്കാൻ ഒരിതുമില്ല. നേരെ തന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി പോവേണ്ട. കൈ പൊള്ളിയാണ് അച്ഛന്. എന്നാലും കുറച്ചെടുത്ത് ഇത്തിരി ചോറും കൂട്ടി അങ്ങോട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരിക്കും. ചൂടൻ കറി ആയതുകൊണ്ട് തന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് കിട്ടണില്ല കേട്ടാ. അച്ഛനാണെങ്കിൽ ആസ്വദിച്ചിരുന്ന് ആ ആകോലിയും മീനൊക്കെ ഇരുന്ന് കഴിക്കേണ്ട ചാറിൽ കുഴച്ച്. എനിക്കാണ് സത്യം പറയുമ്പോൾ ഇത് കാണുമ്പോൾ കൊതി വരെയാണ്. കാരണം ഞാൻ കഴിക്കാനാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തോരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. പലരും എപ്പോഴും വന്ന് കമൻറ്റ് ഇടാറുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിട്ട് എടുക്കണം. നമ്മളിവിടെ കൊട്ടയിൽ മീൻ കോരി എടുക്കേണ്ട. അപ്പോൾ പണിക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുള്ളൂ. സ്രാങ്ക് നേരത്തെ കഴിക്കും കേട്ടോ. സ്രാങ്ങിനെ എപ്പോഴും സ്റ്റിയറിങ്ങിലെ കാര്യമാണ് കൂടുതൽ നോക്കണ്ടേ കേട്ടാ. അങ്ങനെ ഇതേ ചെമ്മീൻ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ചെമ്മീൻ എടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് കിരിക്കി കഴിക്കണം. ഇവിടെ കൂട്ടിയിട്ടിരുന്ന ചെമ്മീനാണ്. കടലിൽ കട്ട മറിഞ്ഞ് എല്ലാം കൂടി അങ്ങോട്ട് പോയി കണ്ടത്. ഇവിടെ കൂട്ടിയിട്ടത് അവിടെ എത്തി കേട്ടാ. ബോട്ടിങ്ങനെ ചരിഞ്ഞ് ഫുള്ളായിട്ട് കേട്ടാ. മൊത്തമായിട്ട് അങ്ങോട്ട് ബോട്ട് അങ്ങോട്ട് ചരിഞ്ഞപ്പോൾ മൊത്തമായിട്ട് ഇങ്ങോട്ട് പോയി, ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി ചെമ്മീൻ. കഴിഞ്ഞ വലയിൽ കിട്ടിയ ചെമ്മീനെല്ലാവരും ഇവിടെ തീർത്ത് ക്ലീനാക്കിയ മരം ഇങ്ങാടാക്കിയിട്ടുണ്ട്. മീൻ 2 കൊട്ട തേന, 2, 4, 6, 8, 10, 11 എണ്ണം അവിടെ ഉണ്ടോ കേട്ടാ. പൂവാലും കരിക്കാടിയും കൂടി മിക്സാണ്.
പൂവാലൻ പൂവാലൻ അതെ കരിക്കാടി കണ്ട ഇനി ഇത് നേരെ സ്റ്റോറിലോട്ട് ഇറക്കും. അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാട്ടിത്തരാം. ചെറിയൊരു ആയപ്പെട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പാണ് ബോട്ട് മറിയണം. കുഞ്ഞു ബോട്ടാണ്. നമുക്ക് സ്റ്റോർ റൂമിലോട്ട് പോവാട്ടാ. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. വീണ്ടും നമ്മൾ സ്റ്റോർ റൂമിലോട്ട് ഇതിനകത്തോട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇറക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ ഒരു കള്ളി നല്ല ലോഡാക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കള്ളി ഇവിടെ കുറച്ച് മിക്സറായി കിടപ്പുണ്ട്. ഈ ചെറിയ പൂവാലിനും അതുപോലെ തന്നെ കരിക്കാടി. പിന്നെ ഇവിടെ ഐസ് റൂമാണ് നമ്മുടെ കാണുന്നത് കേട്ടോ. കുറേ കുത്തിയിട്ടുള്ള ഐസാണ് സ്ഥലം കേട്ടോ. ഐസ് റൂം. അപ്പൊ ഇത് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് കയറാട്ടാ. വാ. അങ്ങനെ മുകളിൽ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും മീൻകറിയും ചോറൊക്കെ കലം വാട്ടിച്ച് അങ്ങോട്ട് ലാവശ്യമായിട്ട് ഇട്ട് അങ്ങോട്ട് ചാറും കഷ്ണമൊക്കെ കൊടുക്കേണ്ട. അങ്ങനെ എല്ലാ ചേട്ടന്മാരും പണിയൊക്കെ കഴിഞ്ഞ് ചോറും മീൻകറിയൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല കുഴച്ചങ്ങോട്ട് കഴിക്കുകയാണ്. അത്യാവശ്യം എല്ലാവരും വിശന്നിരിക്കുകയാണ്. കാരണം നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം അത്രയും പണിയുണ്ടായിരുന്നു. അടുപ്പിച്ച് ചെമ്മീൻ വരെ കൊണ്ട് ഇടക്കിടക്ക് പിടിക്കരുത്. ഇവിടെ ആകൂലിയൊക്കെ കടിച്ച് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്നത് അണിയത്താണ്. ചെറിയൊരു ആയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും മീൻകറിയൊക്കെ ഇഷ്ടമാണ്. ജനവല്ലച്ചൻ്റെ മീൻകറി. ഇത് രാജീവേട്ടൻ അച്ഛൻ്റെ കൂടെ ഉള്ള സ്ഥിരം തന്നെ പണിക്കാനുള്ള ഒരാളാണ് കേട്ടോ. ഉച്ചക്ക് നമുക്ക് ആകൂലി മീൻകറി കുഴക്കണം. മൊത്തോട് റോളി കുറച്ചേ കുട്ടനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതല്ലേ കഷ്ണങ്ങളൊക്കെ ഇള്ളിയിട്ട് കുഴച്ചിട്ട് അടിപൊളി. ഇട്ടുണ്ട്. ലാസ്റ്റ് വരെയാണ് പാമ്പായാലും ചെമ്മീനായാലും എന്തൊക്കെ കിട്ടുന്നത് ചാമയായാലും എന്തൊക്കെ കിട്ടുന്നത് കാണിച്ചാ കേട്ടാ. വല പിടിക്കുമ്പോ കാണാം. ആ കഴിച്ചിട്ട് കേട്ടെ. അങ്ങനെ ലാസ്റ്റ് വല നമ്മുടെ കയറണത് പൂവാലം കുത്തി കയറുന്നുണ്ട്. കടൽപ്പാമ്പുണ്ടോ 5-6 കഴിച്ചത്. അടുത്ത പാമ്പ് വരുന്നുണ്ട് വലയിൽ. കടൽപ്പാമ്പാണ്. ഊതി മീനെടുക്കാതിരിക്കണ സ്റ്റൈലായിട്ട്. അതെ പാമ്പുണ്ട്. ലാസ്റ്റ് വല ഈ കൊല്ലത്തെ ഈ സീസണിലെ ട്രോളിങ് നിരോധനത്തിൽ ലാസ്റ്റ് വല കയറി വരേണ്ട. അതോടെ ഇനി ഇവർക്ക് വെക്കേഷനാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകണ ബോട്ടുകാർക്കൊക്കെ ഇനി എല്ലാവർക്കും വെക്കേഷനാണ് തുടങ്ങാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പണിയാണ് ഈ കാണുന്നത് ഈ സീസണിലെ ഈ കൊല്ലത്തെ. അവിടെ പാമ്പ് മീൻ ചെമ്മീൻ അതിൻ്റെ അടുത്തോട്ടാണല്ലോ പാമ്പ് വീണോ. ആഹാ നല്ല പേടക്കണ ചെമ്മീൻ. വാരിയണ്ട. ആഹാ കുഞ്ഞൂട്ടൻ. ആഹാ കുഞ്ഞൂട്ടൻ കാണാതെ കൂട്ടനുണ്ടോ കുഞ്ഞൂട്ടൻ. പേടക്കണ കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടൻ. ഗായ്സ് നോക്കൂ ഗായ്സ്, കണ്ടില്ലേ? ഇതാണ് കുഞ്ഞൂട്ടൻ.
ഇനി വലുതുണ്ട് വലുത് അവിടെ നോക്കിയേ. ആഹാ എന്താ വലിപ്പം കണ്ടാ കണ്ടാ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു വലയിൽ കുറച്ച് കൊഴുവയും കാര്യങ്ങളും കിട്ടി. അപ്പൊ കൊഴുവയൊക്കെ വേഗം തന്നെ ഇവിടെ കഴുകണ ഒരു കാഴ്ച കേട്ടാ. നന്നായിട്ട് വെള്ളം അടിച്ച് അങ്ങോട്ട് കഴുകുകയാണ്. ഒരു ബോക്സ് അങ്ങോട്ട് നിറയ്ക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഫ്രഷോട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതായി പോകട്ടാ, ചീത്തയായി പോകട്ടാ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വല വലിച്ചിട്ട് നമ്മൾ കരയിലോട്ട് പോവുകയാണ്. അപ്പൊ കിട്ടിയ മീനൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ. ദേ ഇവിടെയൊക്കെ ചെമ്മീനുണ്ട്. ബാക്കി ചെമ്മീൻ ഇവിടെ കൂട്ടി ഇടുന്നുണ്ട് കണ്ടാ. പൂവാലും കരിക്കാടിയും ഇവിടെ ഉണ്ടാവണ. പിന്നെ അതുപോലെ തന്നെ അതെ അവിടെ കൂട്ടിയിട്ടേക്കാണ് കണ്ടാ. പിന്നെ കുറച്ച് മീൻ, ഒരു തെരണ്ടി വാല് മുറിച്ചിട്ടേക്കാണ് തെരണ്ട. അപ്പൊ ഇത്രയും മീനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചെമ്മീപ്പണി കിട്ടിയ. പിന്നെ ഇത് കൂടുതൽ കാണിക്കാൻ പറ്റിയത് കുറെ പാമ്പുകളെ കാണിച്ചത്. കടൽ പാമ്പുകൾ നിങ്ങൾ കുറെ കണ്ടു കാണും. അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. ഭയങ്കര ക്ഷീണമുണ്ട് അച്ഛൻ്റെ. മൂന്നാല് ദിവസം കടലിലേക്ക് പോയിട്ട് ഞാൻ വലിയ അഴീക്കൽ ഹാർബറിൽ നിന്ന് കയറിയതാണ്. ഇന്നലെ പോയിട്ട് അവിടെ ഐസ് തീർന്നിട്ട് കയറിയിട്ട് അഴീക്കൽ ഹാർബറിൽ നിന്ന് കയറിയാണ്. അങ്ങനെ തിരിച്ച് കരയിലോട്ട് പോകുന്നത്. കരയാണ് കാണണേട്ടാ. അവിടെ കൊച്ചി കാണാതെ അവിടെ നോക്കിയാൽ ഇത് കൊച്ചിയാണ് കാണണേട്ടാ. കണ്ട കൊച്ചി. അപ്പോൾ ഓരോ ബോട്ടുകളും ഓടുന്നുണ്ട്. വള്ളങ്ങൾ ആങ്കറിലല്ല വെറുതെ കിടക്കാണ്. മീൻ കണ്ടിട്ടില്ല. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ നിങ്ങളെ മുന്നോട്ടേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ കടൽ കൊമ്പൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മൾ 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി പറയണേ. അപ്പോൾ ജനവിലേജിലാണ് നമ്മുടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കണ. ഒരു തന്നെ അതിൻ്റെ പകട് അച്ഛങ്ങനെ ഉറങ്ങാനുണ്ട് കേട്ടാ. നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.